അപ്പം ഇന്നെന്ന് പറയുന്നത് ലാസ്റ്റ് സ്കാൻഡ് ഡേ ആണ്. 5th May ആണ്. രാവിലെ 8 മണിയായിട്ടുണ്ട്. ഇന്ന് ഷുഗർ ടെസ്റ്റും ഉണ്ട്, അതുപോലെ ബ്ലഡ് ടെസ്റ്റും ഉണ്ട്. ലാസ്റ്റ് ടൈം എനിക്ക് 9th മന്തിലുള്ള അത് കഴിഞ്ഞിട്ട് സ്കാനിങ് ചെയ്യും. ഇന്ന് ഡേറ്റ് അറിയാം എന്നായിരിക്കും ഡെലിവറി എന്നുള്ളതും ബാക്കി ഡീറ്റെയിൽസൊക്കെ. അപ്പം നല്ല വിശപ്പുണ്ട്. എന്താണെങ്കിലും പോട്ടെ. ഭയങ്കര എന്താ പറയുക, ഒരു സന്തോഷം, അതേപോലെ തന്നെ ഒരു പേടിയും ചെറുതായിട്ട്. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക. ലാസ്റ്റിന് എടുത്തിട്ടുള്ള ഷുഗർ ടെസ്റ്റാണുള്ളത്. അപ്പം അതിനെക്കൊണ്ട് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. രാത്രി ഒരു 10 മണിക്ക് ശേഷം ഒന്നും കഴിക്കാണ്ടാണ് കിടന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് ഫസ്റ്റത്തെ ബ്ലഡ് കൊടുത്തതിന് ശേഷം അവിടുത്തെ ക്യാൻറ്റീനാണ് ചാപ്പാട്. സ്റ്റാർ കെയറിലെത്തിയതിന് ശേഷം ഇങ്ങനെ ഒരു യെല്ലോ കാർഡിലാണ് നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാവുക. അതുമായിട്ട് പ്രഷറും ഷുഗറല്ല പ്രഷറും പിന്നെ നമ്മളെ വെയിറ്റും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നോർമലാണ്. അതിനുശേഷം അമ്മ ലാബ് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഇവിടെ ഒന്നും ആരുമില്ല കേട്ടോ. നമ്മൾ നേരത്തെ 7:30 എത്തിയതിനെ കൊണ്ട്. അപ്പം ഇതാണ് രാധിക മാമിൻ്റെ റൂം. ഞാൻ ജസ്റ്റ് എടുത്തു എന്നുള്ള എൻ്റെ ഒരു പിന്നെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഒരു സ്റ്റോർ ഉണ്ട്, ബേബി പ്രൊഡക്ട്സ് മൊത്തം കിട്ടുന്നത്. അപ്പം ഇവിടെ ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതിനെക്കൊണ്ട് ഞാൻ ഇവിടെ നിന്നാണ് ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചത്. എൻ്റെ പാക്കിംഗ് ദി ബാഗ് പറഞ്ഞിട്ട് പാക്കിംഗ് ദി ബാഗ് തന്നെയല്ല, ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ തയ്യാറെടുക്കുകയാണ്. അപ്പം കുഞ്ഞുവാവയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നിന്നാട്ടോ വാങ്ങിച്ചത്. ഇവിടെ എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട എല്ലാ കാര്യങ്ങളും. എനിക്ക് കുറേ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ ഇവിടെ നിന്നാണ് വാങ്ങിച്ചത്. ഇങ്ങനെ എല്ലാം ഉണ്ട്, നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ കിട്ടും. അപ്പം ഞങ്ങൾ നേരത്തെ വാങ്ങി വെച്ചിട്ടുണ്ട് കുറച്ച് സാധനങ്ങൾ. അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ബ്ലഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട് പോയതാണ്. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞതായിരുന്നു അമ്മേൻ്റെ അടുത്ത്. പക്ഷേ അമ്മ ഇങ്ങനെയാണ് എടുത്തത്, വലിയ ക്ലാരിറ്റി ഒന്നുമില്ല. ഞാൻ മാസ്കൊക്കെ വെച്ചിട്ടാണ് കേട്ടോ. കാരണം ഇപ്പം അങ്ങനെയാണല്ലോ എല്ലായിടത്തും. എനിക്ക് ഏറ്റവും പേടിയുള്ളൊരു കാര്യമാണ് ഇഞ്ചക്ഷൻ. ഈ ബ്ലഡ് എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഒരു ടെൻഷനാവുന്ന ഒരാളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ട ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നത് ഇഞ്ചക്ഷനാണ്. അപ്പം അത് ആദ്യം 1 മണിക്കൂറിൽ, പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് 1 മണിക്കൂറിലാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇതാണ് അവിടുത്തെ ക്യാൻറ്റീന്. നല്ല വൃത്തിയായിട്ടുള്ളതും നല്ല ഹൈജീനിക് ആയിട്ടുള്ളൊരു ക്യാൻറ്റീനാണ്. അപ്പം അവിടെ മസാല ദോശ എനിക്കിഷ്ടമാണ്. അപ്പോൾ അതിനെക്കൊണ്ട് അമ്മ മസാല ദോശയ്ക്കൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതിന് ശേഷം ഒരു 1 hour കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും കേട്ടോ. ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഇനി സ്കാനിങ്ങിലേക്ക് പോകണം കേട്ടോ. അപ്പം ഇനി സ്കാനിങ്ങിലേക്കാണ് പോകുന്നത്. സ്കാൻ ചെയ്ത് നോക്കട്ടെ. ഈ കോല ചെയ്യുന്നത് ഞാനാണോ അല്ലേന്ന് അറിയില്ല. പക്ഷെ ഇവിടെ മസ്റ്റാണ് മാസ്ക്. പിന്നെ ഹോസ്പിറ്റലും അല്ലേ. സ്കാനിങ്ങും എല്ലാം കഴിഞ്ഞ് റിപ്പോർട്ട് ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ പറയാം കേട്ടോ എന്തൊക്കെയാണ് പറഞ്ഞേനെ. അപ്പം അങ്ങനെ സ്കാനിങ്ങിനൊക്കെ പോയിട്ട് വന്നു. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം ഹോസ്പിറ്റലിൽ പോയതിനെ കൊണ്ട് എന്താണെങ്കിലും ഒന്ന് കുളിച്ച് ഇരിക്കുകയാണ്. രാവിലെ പോയിട്ട് ഒരുപാട് നേരം എടുത്തു. ഷുഗർ ടെസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക്. അതുപോലെ തന്നെ ബ്ലഡിൻ്റെ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ കൗണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സ്കാൻ ചെയ്തതിന് ശേഷം ഡോക്ടറെ കാണിച്ചു. അപ്പം രാവിലെ ഒരു 7:30 ഇറങ്ങിയതാണ്. 7:30, 8 o'clock ആയിട്ടുണ്ടാകും. ഇപ്പോഴാണ് വീട്ടിലെത്തിയത്, ഉച്ചയായിട്ട് എത്താൻ വേണ്ടിയിട്ട്. അപ്പം റിപ്പോർട്ട് എന്താണെന്നുള്ളത് ഞാൻ പറയണ്ടേ. അതുപോലെ ഇപ്പം ഹോസ്പിറ്റൽസിൽ നമ്മളെ കൂടെ ഒരാൾക്കേ വരാൻ പറ്റത്തുള്ളൂ, വിസിറ്റേഴ്സൊന്നും പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇന്ന് സ്കാനിങ്ങിന് പോയപ്പോൾ തന്നെ അവിടുന്ന് ഒരാൾക്കും കൂടി, അതായത് എൻ്റെ കൂടെ അമ്മയും പപ്പയും കൂടി വന്നപ്പം അവർ സമ്മതിക്കുന്നില്ലായിരുന്നു. പക്ഷേ കുറേ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ കുറേ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് കൂടെ പപ്പനും കൂടി കൂട്ടിയിട്ടുള്ളത്. കാരണം നല്ല കാര്യമാണ് റെസ്ട്രിക്ഷൻ വെക്കുന്നത്, എസ്പെഷ്യലി ഗൈനക് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്. പിന്നെ ഹോസ്പിറ്റലൊക്കെ ഇപ്പോൾ എല്ലാ ഹോസ്പിറ്റൽസും പിന്നെ എല്ലാ സ്ഥലത്തും ഉണ്ട് എനിക്കറിയാം. പുറത്ത് അവർ തേർമൽ ചെക്കപ്പ് ഉണ്ട്. പിന്നെ നമ്മളെ പേരും ഡീറ്റെയിൽസും ഒക്കെ കൊടുക്കണം. അതൊക്കെ നോക്കിയിട്ടാണ് വിടുന്നത്. ഈ ഒരു ഹോസ്പിറ്റൽ മെയിനായിട്ട് ഗൈനക്ക് തോന്നുന്നു കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കും അത്രയും റെസ്ട്രിക്ഷൻസ് വെക്കുന്നത്. അതാണ് എൻ്റെ 9th മന്തിലെ ലാസ്റ്റ് സ്കാനിങ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പം ഈ സ്കാനിങ് ചെയ്യാൻ പോയപ്പം എന്താ പറയുക, ഭയങ്കര
എല്ലാ സ്കാനിങ്ങിലും നമ്മൾ എക്സൈറ്റഡ് ആയിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെ സ്ക്രീനിലൊന്നും കാണിച്ചു തരുമൊന്നുമില്ല. ആദ്യം കാണിക്കുമായിരുന്നു, എനിക്കൊരു 5th month വരെയൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നില്ലെങ്കിൽ അത് റൂം മാറ്റിയിട്ടാണ് എനിക്കറിയാം. ആദ്യം സ്ക്രീൻ ഉണ്ടായിരുന്നു, സ്ക്രീനിൽ കാണുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒന്നും കാണില്ല. ഇനി ആൾ വലിപ്പം വെച്ചിട്ടാണ് എന്താണെന്ന് അറിയില്ല. പിന്നെ കുറേ പേര് ഈ 4D സ്കാനിൻ്റെ ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 4D സ്കാനിൽ ജെൻഡർ പറയും. നമ്മളെ ഇന്ത്യയിൽ ഒരിക്കലും ജെൻഡർ എവിടെയും പറയില്ല. അതുകൊണ്ട് 4D സ്കാനിൽ നമുക്ക് ഫേസും ഇതുവരെയാണ് കാണാൻ വേണ്ടി പറ്റുക. ഫേഷ്യൽ ഫീച്ചേഴ്സ് അങ്ങനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ എനിക്ക് വീഡിയോയും ഫോട്ടോസും തന്നിട്ടുണ്ട്. ഞാനിപ്പം അത് കാണിക്കുന്നില്ല. പക്ഷെ എന്താണെങ്കിലും കുഞ്ഞാവ് വന്നു കഴിഞ്ഞാൽ ഞാനൊരു വീഡിയോയിൽ എന്താണെങ്കിലും അത് കാണിക്കാം കേട്ടോ. പിന്നെ ഇത് 5th month അനോമലി സ്കാനിന് ഞാൻ 4D സ്കാൻ ഓപ്റ്റ് ചെയ്തു മാത്രമേ ഉള്ളൂ. ഞാനല്ല, ഡോക്ടർ സജസ്റ്റ് ചെയ്തെന്നുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് 4D സ്കാനിൽ നിങ്ങൾക്ക് ബേബിനെ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലിനിക്കിൽ പോയിട്ട് 4D സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തു തരുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് അറിയുന്ന ഒരാൾ 9th month പോയിട്ട് 4D സ്കാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ജെൻഡർ പറയില്ല. അപ്പം ഇതിങ്ങനെയാണ് എൻ്റെ സ്കാനിങ് റിപ്പോർട്ട് ഉള്ളത്. ബാക്കി ടെസ്റ്റൊക്കെ നോർമലാണ്. ഷുഗർ ഒന്ന് കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഭക്ഷണത്തിലൊക്കെ ഒന്ന്. പക്ഷെ ഭക്ഷണം ഒട്ടും എന്താ പറയുക, ഷുഗർ ഡയബറ്റിക് ആവാണ്ടിരിക്കാനുള്ള ഭക്ഷണങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം. ബാക്കിയുള്ള ഭക്ഷണങ്ങൾ നന്നായിട്ട് കഴിച്ചോളാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പം 9th month സ്കാനിങ് റിപ്പോർട്ടിൽ ബേബി ഇപ്പം സെഫാലിക് പൊസിഷനിലാണുള്ളത്. അതായത് തല കീഴായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ വെയിറ്റ് ആണെങ്കിലും ഈ ഒരു വീക്കിൽ വേണ്ട കറക്റ്റ് വെയിറ്റ് തന്നെയാണ് ബേബി ഉള്ളത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻ്റേത് ഫുൾ ടേം ആയിട്ട് എൻ്റെ കറക്റ്റ് ഡേറ്റ് വരെ എന്താണെങ്കിലും പോവില്ല. എനിക്ക് മെയ് ലാസ്റ്റിലാണ് എൻ്റെ ഡേറ്റ് തന്നിട്ടുള്ളത്. പക്ഷേ അതുവരെ LMP, അതായത് നമ്മൾ ലാസ്റ്റ് മെൻസസ് പീരിയഡിൻ്റെ ഡേറ്റ് ആണ് നോക്കുക. പക്ഷെ അതുവരെ പോകത്തില്ല എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്തുകൊണ്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ എമിനോട്ടിക് ഫ്ലൂയിഡ് കൂടുതലാണ്. എനിക്ക് ഡയബറ്റിക് ഉണ്ടായിരുന്നു. പിന്നെ മിസ്കാരേജസ് 3-4 എണ്ണ കൊണ്ടും എനിക്ക് ഒരുപാട് നീട്ടി കൊണ്ടുപോവില്ല. ഒരു ഹൈ റിസ്ക് പ്രഗ്നൻസി പറയാൻ കാരണം ഈ ഒരു മിസ്കാരേജസ് ഉള്ളതിനെ കൊണ്ട് മാത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ളതിനെ കൊണ്ട് നീട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ 37th വീക്ക് ഓൾമോസ്റ്റ് കഴിയുമ്പോഴേക്കും 38th വീക്കിൽ എന്താ പറയുക, എന്നെ ഇൻഡ്യൂസ് ചെയ്തിട്ട് പെയിൻ വരുത്താൻ വേണ്ടിയിട്ടുള്ള മരുന്ന് തന്നിട്ട് അവർ ഡെലിവറി ചെയ്യും എന്നാണ് എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഇപ്രാവശ്യം പറഞ്ഞു കേട്ടോ. അപ്പം പിന്നെ ഹാർട്ട് ബീറ്റ് നോക്കി, ഹാർട്ട് ബീറ്റൊക്കെ കറക്റ്റാണ്. പിന്നെ എംനിയോട്ടിക് ഫ്ലൂയിഡ് ലെവൽ എനിക്ക് 5th month നോക്കുമ്പം എനിക്ക് 21 ആയിരുന്നു. 20 ആയിരുന്നു, പിന്നെ 21 ആയി. കൂടുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. കാരണം എൻ്റെ ഷുഗർ ലെവൽ കുറഞ്ഞിട്ടില്ലായിരുന്നു ആ സമയത്തൊന്നും. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു ലാസ്റ്റ് 8th month 7th month സ്കാനിങ്ങിൽ അത് 19 ആയിട്ടുണ്ടായിരുന്നു. ഇപ്പം അത് 14 ആയിട്ടുണ്ട്. 14 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പം ലാസ്റ്റിലേക്ക് വരുമ്പം ഫ്ലൂയിഡ് ലെവൽ കുറയുമല്ലോ. അപ്പോൾ എനിക്കിപ്പം 14 ആഡിക്വേറ്റ് ആയിട്ടാണ് ഉള്ളത്. ഭാഗ്യമുണ്ട്. പിന്നെ ബാക്കിയൊക്കെ നോർമൽ തന്നെയാണ്. ഹാർട്ട് ബീറ്റ് ആണെങ്കിലും ശരി, വെയിറ്റ് ആണെങ്കിലും കറക്റ്റ് വെയിറ്റിലാണ് ഇപ്പോൾ ബേബി ഉള്ളത്. വെയിറ്റ് കൂട്ടിക്കോളാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഫുൾ ടേമിലല്ല ബേബിനെ ഡെലിവർ ചെയ്യുന്നത്. അപ്പം കൂടാണെങ്കിൽ കൂടിക്കോട്ടെ എന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. കുട്ടി തല കീഴായിട്ട് വന്നിട്ടുണ്ട്. ബാക്കി എല്ലാം കൊണ്ടും ഓക്കെയാണ്. അപ്പം ഹാപ്പിയാണ്. അപ്പോൾ അത് കഴിച്ചതിന് ശേഷം ഡോക്ടർ പറഞ്ഞു ഇനി ഒരു ലാസ്റ്റ് ചെക്കപ്പ് 12-ാം തീയതി 12th May, അതായത് ട്യൂസ്ഡേ, സൗണ്ട് പോണ ട്യൂസ്ഡേ ആണ്. അന്ന് അഡ്മിഷൻ്റെ ഡേറ്റ് പറയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ റൂമൊന്നും നോക്കി വെച്ചിട്ടില്ല. കാരണം ചൊവ്വാഴ്ച അഡ്മിഷൻ എന്നാന്ന് പറയും. ഒന്നില്ലെങ്കിൽ അന്നായിരിക്കാം, അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ആയിരിക്കാം. എൻ്റെ സിസ്റ്റർ-ഇൻ-ലോൻ്റെത് അങ്ങനെ പോയിട്ട് അന്ന് PV ചെയ്തിട്ട് അവർ നെക്സ്റ്റ് ഡേ ഈവനിങ് ആണ് അഡ്മിഷൻ പറഞ്ഞത്. അപ്പം മേ ബി അങ്ങനെ ആയിരിക്കും. ചിലപ്പം നെക്സ്റ്റ് ഡേ ആയിരിക്കും, ബുധനാഴ്ച ചിലപ്പോൾ അഡ്മിഷൻ പറയുമായിരിക്കും. അപ്പം അന്ന് പോയിട്ട് റൂമൊക്കെ ഒന്ന് നോക്കി വെക്കണം. അങ്ങനത്തെ ചെറിയ കാര്യങ്ങളും കൂടി ഉണ്ട്. അപ്പം സ്കാനിങ്ങും ബാക്കി റിപ്പോർട്ട്സൊക്കെ നോർമലാണ്. ദൈവം സഹായിച്ചിട്ട് നിങ്ങളെ പ്രാർത്ഥനയെ കൊണ്ടൊക്കെ.
പിന്നെ ഉള്ളിൽ എവിടെയോ ഒരു ടെൻഷനുണ്ട്. കാരണം ഒന്നും അറിയില്ലല്ലോ എന്താ നടക്കാൻ വേണ്ടി പോണേന്നുള്ളത്. പിന്നെ ചെറുതായിട്ട് എനിക്ക് എന്താ പറയുക, പിന്നെ ക്രാംസ് പോലെയും ഒരു പെയിൻ പോലെയും, വയറൊന്ന് താന്നിട്ടുണ്ട്, കുറച്ച് നന്നായിട്ട് താന്ന് വന്നിട്ടുണ്ട്. പിന്നെ നടക്കുമ്പോഴൊക്കെ നല്ല മസിൽ പെയിൻ വരുന്നുണ്ട്. അടിവയറ്റിലേക്ക് കുറച്ചായിട്ട് വേദനകൾ വരുന്നുണ്ട്. പിന്നെ കുറേ പേര് ചോദിച്ചു എണ്ണ തേച്ച് കുളിക്കുന്നുണ്ടോ എന്നുള്ളത്. എൻ്റെ കസിൻ്റെ വൈഫ് ആയുർവേദിക് ഡോക്ടറാണ്. അപ്പം ചിലവർ 7-ാം മാസം 8-ാം മാസം വരെയൊക്കെ തൈലൊക്കെ തേച്ച് കുളിക്കും. പക്ഷേ എൻ്റെ അടുത്ത് എനിക്കിങ്ങനെ മിസ്കാരേജസ് ഒരുപാട് ഉള്ളതുകൊണ്ട് അങ്ങനെ അവൾ എൻ്റെ അടുത്ത് ചൂടുവെള്ളത്തിലും എണ്ണ തേച്ചിട്ടൊന്നും കുളിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പം ഡെലിവറി അല്ലെങ്കിൽ പെയിനൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതെനിക്ക് അറിഞ്ഞുകൂടാതെ എന്താണെന്നുള്ളത്. അപ്പം അങ്ങനെ പറഞ്ഞതിനെ കൊണ്ട് ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. വല്ലപ്പോഴും ഞാനൊന്ന് വെറുതെ ഒന്ന് എണ്ണ ജസ്റ്റ് ഒന്ന് വയറ്റിലൊന്നാക്കി കൊടുക്കുക എന്നല്ലാണ്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ടൊന്നും ഞാൻ കുളിച്ചിട്ടില്ല. ചൂടുവെള്ളത്തിൽ കുളിക്കാൻ വേണ്ടി നിന്നിട്ടില്ല. ഇനിയിപ്പം എന്താണെങ്കിലും ടൈം ആയല്ലോ, വേണമെങ്കിൽ ചെയ്യാം. ഒന്നാമത് എനിക്ക് പേടിയാണ് ബാത്റൂമിൽ കാലൊക്കെ വഴുതോ എന്നൊക്കെയുള്ളൊരു പേടി ഉള്ളിൽ ഉള്ളതുകൊണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ലാസ്റ്റിലേക്ക് ആകുമ്പം ഹസ്ബൻഡ് ഇല്ല എന്നുള്ളൊരു എന്താ പറയുക, ഒരിത് ഉള്ളിൽ ഭയങ്കര ടെൻഷനായിട്ട് വല്ലാണ്ടുണ്ട്. നമ്മൾ ഒരു 4 വർഷം ഒരുപാട് കാത്തിരുന്ന ഒരാളാണ് ഇപ്പോൾ വരാൻ വേണ്ടി പോണത്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, എന്താ പറയുക, കുഞ്ഞാവയായിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡ് വേണം കൂടെ. ആ ടൈമിൽ എൻ്റെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡ് ഉണ്ടാകുമ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രെങ്ത്, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര പോസിറ്റിവിറ്റി, അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്ന ഒരാളാണ് ഞാൻ. അപ്പം എനിക്ക് എന്താ പറയുക, ഒക്കെ കൂളായിട്ട് എടുക്കും. എനിക്ക് ഇതൊന്നുമല്ല അങ്ങനെയൊക്കെ നേരിട്ടിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് അതെപ്പോഴും ഒരു പോസിറ്റീവ് വേലായിരുന്നു എനിക്ക് ഉണ്ടാവില്ല. അപ്പം ആ ഒരു ധൈര്യം ഇല്ല എന്നുള്ളത് എനിക്കൊരു വലിയൊരു പ്രശ്നമാണത്. അപ്പം അത് എനിക്ക് ആദ്യമൊക്കെ വരാൻ പറ്റില്ല എന്ന് പറയുമ്പം അത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു, ഭയങ്കര ടെൻഷനായിരുന്നു. ഇപ്പം ഞാൻ അത് ഉള്ളിലേക്ക് ഇറക്കാണ്. കുഴപ്പമില്ല, ഐ ഹാൻഡിൽ ഇറ്റ്, എനിക്ക് കുഴപ്പമില്ല എന്നുള്ളത്. പക്ഷേ ഞങ്ങളെ വലിയൊരു ലൈഫിലൊരു ടേണിങ് പോയിൻ്റാണ്. അപ്പം അതിന് ഇതായിട്ടില്ലാത്തതിൽ വിഷമമുണ്ട്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അവസ്ഥ എങ്ങനെയാണ്. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ എപ്പോഴും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നില്ല. അപ്പം എന്നെ സ്ട്രോങ് ആക്കി നിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കട്ടെ ദൈവം ആ ഒരു സമയത്ത്. പിന്നെ ഒരു പ്രശ്നങ്ങളും ഇല്ലാണ്ട് എനിക്കും കുഞ്ഞിനും ഒരു പ്രശ്നങ്ങളും ഇല്ലാണ്ട് ഒക്കെ ശരിയായിട്ട് വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ചൊവ്വാഴ്ച ബാക്കി ഞാൻ കാര്യങ്ങൾ പറയാം. എന്നാണ് അഡ്മിഷൻ അല്ലെങ്കിൽ എന്നാണ് ഡെലിവറി ഡേറ്റ് പറയുന്നത് എന്നുള്ളത്. അപ്പോൾ അതുവരേക്കും ബൈ.